നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് വരണം. അത് മമതാ ബാനർജിയുടെ ഉയർത്തെഴുന്നേൽപ്പ് ശ്രമവുമായി ബന്ധപ്പെട്ടാണ്. വൻ തകർച്ച നേരിട്ട് തകർന്ന് തോറ്റ് തരിപ്പണമായ മമതാ ബാനർജി തൻ്റെ ജനപ്രതിനിധികളായ തൻ്റെ പാർട്ടി ആളുകളെല്ലാം മറ്റ് വിമതപക്ഷത്തിലേക്ക് മാറുന്നു. BJP പിന്തുണയ്ക്കാൻ പോകുന്നു. ഏതാണ്ട് ഭൂരിഭാഗം MLA മാരും 19-20ഓളം MP മാരും BJPക്കൊപ്പം പോകുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. അവിടെയാണ് പാർട്ടിയിൽ വലിയ അഴിച്ചുപണി മമത ഉണ്ടാക്കുന്നത് എന്ന പ്രധാനപ്പെട്ട വിവരം പുറത്തുവിടുന്നത്. പാർട്ടിയുടെ പോഷക സംഘടനകളിലും പ്രാദേശിക ഘടകങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല, നേരത്തെ പാർട്ടിയോട് വിട്ടുപോയ വിമതപക്ഷത്തിൽ നിൽക്കുന്ന ആൾക്കാരെ പൂർണ്ണമായും ഒഴിവാക്കിയാണ് മമതയുടെ നീക്കം എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഒരു ഉയർത്തെഴുന്നേൽപ്പിലുള്ള ശ്രമമാണ് മമതയുടേത്. TG സൈത്ത് വിവരങ്ങളുമായി ചേരും. സൈത്ത്, എന്താണ് മമതയുടെ പാർട്ടിയിൽ സംഭവിക്കുന്നത്? സ്പീക്കറെ വിമതർ കാണാൻ പോകുന്ന നാളെയാണ്. നിയമസഭയിൽ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനം നഷ്ടപ്പെട്ടു. പാർലമെന്റിലും സമാനമായി തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയല്ലേ? അസാധാരണമായ പ്രതിസന്ധി, അതാണ് സാഹചര്യം നേരിടുന്നത് മമതാ ബാനർജി. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത്ര വലിയൊരു പതനം. അതിൻ്റെ ഒരു തുടർച്ചയായി ഓരോ ദിവസം കഴിയുന്തോറും അതിൻ്റെ ആഘാതം വർദ്ധിച്ചു വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. നാളെ വിമത MP മാർ ലോക്സഭാ സ്പീക്കറെ കണ്ട് തങ്ങളുടെ നിലപാട് അറിയിക്കുമ്പോൾ ഒരു പുതിയ ബ്ലോക്കായി നിൽക്കാനുള്ള അവരുടെ നീക്കമാണ്. ഇന്ന് മാത്രമല്ല, അവരിൽ പലരും ഒരുപക്ഷെ BJPയുടെ അംഗത്വം പോലും എടുത്തേക്കുമെന്ന സാഹചര്യമാണ് മമതയെ കുഴയ്ക്കുന്ന സാഹചര്യം. അങ്ങനെയെങ്കിൽ വമ്പൻ കൊഴിഞ്ഞുപോക്കാണ് മമതയെ കാത്തിരിക്കുന്നത്. ഇതിനെ നേരിടാനുള്ള പുതിയ തന്ത്രങ്ങളാണ് ആലോചിക്കുന്നത്. ഇന്ന് മമതാ ബാനർജി പാർട്ടിയിലെ ചില പ്രധാന നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സംഘടനയിലെ എല്ലാ കമ്മിറ്റികളും നേരത്തെ തന്നെ പിരിച്ചുവിട്ടുകൊണ്ട് മമത തീരുമാനമെടുത്തിരുന്നു. ഇനി പുതിയ ആളുകളെ കൊണ്ടുവന്ന് അത് പുനഃസംഘടിപ്പിക്കുക എന്ന ദൗത്യമാണ് മമതാ ബാനർജിക്ക് മുന്നിലുള്ളത്. അതാണ് അവർ ഇപ്പോൾ സംഘടനയ്ക്കുള്ളിൽ നടത്താൻ പോകുന്ന ഒരു തിരുത്തൽ നടപടി. നേരത്തെ നമുക്കറിയാം, ഈ കല്യാൺ ബാനർജി, മമതയ്ക്കൊപ്പം നിൽക്കുന്ന കല്യാൺ ബാനർജി അടക്കമുള്ളവർ മമതയ്ക്കെതിരെ ചില അപസ്വരങ്ങൾ പ്രകടമാക്കുന്ന സൂചനകളുണ്ടായിരുന്നു. പിന്നീട് കല്യാൺ ബാനർജി അത് തിരുത്തുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മമത പാർട്ടിയിൽ തൻ്റെ പിൻഗാമിയായി നിശ്ചയിക്കുന്ന വ്യക്തിക്കെതിരെയുള്ള വലിയ നീക്കങ്ങൾ തന്നെയാണ്. അതിലേറ്റവും പ്രധാനമായി മാറുന്നത് അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതല്ല. അതുകൊണ്ട് പാർട്ടിയിലെ ഉൾപ്പോര് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പുതിയ തിരുത്തൽ നടപടികളിലേക്ക് മമത കടക്കുമോ, ആ രീതിയിൽ പാർട്ടിയിൽ പുനഃസംഘടന ഉണ്ടാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. അങ്ങനെയെങ്കിലും ഈ നഷ്ടത്തിൻ്റെ ആഘാതം കുറയ്ക്കാനുള്ള നീക്കമാണ് മമത നടത്തുന്നത്. അതേസമയം മമത നേരിടുന്ന വെല്ലുവിളി ചെറുതല്ല. കാരണം പുതിയ സർക്കാർ BJP സംസ്ഥാനത്ത് ഭരിക്കുന്നു. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും വിവിധ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തുടർച്ചയായ അന്വേഷണങ്ങൾ നടത്തുകയാണ്. പലതരത്തിലുള്ള അന്വേഷണങ്ങളാണ്. അതിൽ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വാർത്തകൾ, നേരത്തെ ഏറ്റവും വിവാദമുണ്ടാക്കിയ RG-കർ കോളേജ് വിവാദത്തിൽ അതിൻ്റെ രേഖകളടക്കം നശിപ്പിച്ചു എന്ന ആരോപണത്തിൽ പുതിയൊരു കേസുമായി സർക്കാർ മുന്നോട്ട് വരുന്നു എന്നതാണ് അറിയാനാവുന്നത്. അങ്ങനെയെങ്കിൽ അത് വലിയ തരത്തിലുള്ള നീക്കങ്ങൾക്ക് ഇടവയ്ക്കും. മാത്രമല്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് നടത്തിയ ചില സാമ്പത്തിക ഇടപാടുകളിലടക്കമുള്ള CBI അന്വേഷണ നീക്കത്തിലേക്ക് കൂടി സംസ്ഥാന സർക്കാർ കടക്കുന്നു എന്ന സാഹചര്യം കൂടി ഉയരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.